തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കരുത്തനായ ഒരു വാർഡിലെ കരുത്തനായ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഉള്ളത്. എങ്ങനെയുണ്ട് രണ്ടാം ഘട്ട പ്രചരണം? രണ്ടാം ഘട്ടമല്ല, മൂന്നാം ഘട്ടമായി കഴിഞ്ഞു. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം ഇപ്പം കുന്നൂരിലേക്ക് പുതുതായിട്ട് കയറി വന്ന പ്രദേശം. നേരത്തെ ഈ പ്രദേശം കണ്ണമുല വാർഡായിരുന്നു. അപ്പം ഇവിടുന്ന് കുറേ ഏകദേശം 1500ഓളം വോട്ടുകൾ കുന്നൂർ വാർഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നല്ലവണ്ണം അവിടെയും ആളുകൾക്കറിയാം. കുന്നൂർ വാർഡിനകത്ത് മുഴുവൻ ആൾ പരിചിതനാണ്. എന്നാലും ഇവിടെയുള്ള ആൾക്കും കാര്യങ്ങളെല്ലാം അറിയാം. അനുകൂലമാണ്. എന്നുവെച്ചാൽ അവിടെ ആൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. 2015-20 കാലഘട്ടത്തിൽ എന്താണ് അവിടെ ചെയ്തതെന്നും അതിനുശേഷം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പോഴും ഈ വാർഡ് 2 വാർഡ് വരുമായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ജനങ്ങളുടെ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്, ശക്തമായൊരു പോരാട്ടം തന്നെയാണോ? ശക്തമായ പോരാട്ടം എന്ന് വെച്ചാൽ നമ്മളെ പ്രചരണങ്ങൾ എല്ലാം വളരെ മുൻപന്തിയിലാണ്. ഏറ്റവും മുൻപന്തിയിരിക്കുന്നത് LDF ആണ്. നല്ല രീതിയിൽ പ്രചരണം നടക്കുന്നു, ഭവന സന്ദർശനം നടക്കുന്നു, അതോടൊപ്പം തന്നെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും LDF വളരെ മുൻപന്തിയിലാണ്. ജനങ്ങളുടെ പ്രതികരണവും 2020-25 കാലഘട്ടത്തിൽ കുന്നൂർ വാർഡിൽ ഉണ്ടായ വികസന മുരടിപ്പിൻ്റെ ഇത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ട് അതിൻ്റെ പ്രതികരണം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് തിരിച്ച് നമ്മുടെ അടുത്ത് പറയുന്നത്. 2010-15 ഇപ്പോൾ എടുക്കുന്ന UDF കൗൺസിലറാണ് മത്സരിച്ചിരുന്നത്. അന്ന് അവരാണ് കൗൺസിലർ. 2015-20 കാലഘട്ടത്തിലാണ് ഞാൻ കൗൺസിലറായിട്ട് ഇവിടെ ജയിച്ചു വരുന്നത്. ആ സമയത്ത് ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. 2015-20 കാലഘട്ടത്തിലാണ് ഇവിടെ വികസന പ്രവർത്തനം നടന്നിട്ടുള്ളത്. അതിനുശേഷം 2020-25 കാലഘട്ടം വനിതാ വാർഡായി. ആ സമയത്ത് നഗരസഭ അനുവദിച്ചു തരുന്ന ഓരോ കൗൺസിലർമാർക്കും അനുവദിച്ചു തരുന്ന വികസന ഫണ്ട് ഈ വാർഡിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടുത്തെ കൗൺസിലർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. തിരുവനന്തപുരം നഗരസഭയെ പറ്റി നിരവധി വിമർശനങ്ങൾ വരുന്നുണ്ട്. നഗരസഭാ ഭരണത്തിനെ പറ്റി, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനെ പറ്റിയും വളരെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധത വരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥ വരുന്നുണ്ട്, മാലിന്യ പ്രശ്നം വരുന്നുണ്ട്, തെരുനായി പ്രശ്നം വരുന്നുണ്ട്. ഇതൊക്കെ പ്രചരണത്തിനെ ബാധിക്കുന്നുണ്ടോ? ഒരു വിജയത്തിനെ ബാധിക്കുക? അതൊക്കെ ചുമ്മാണ്. ഞാൻ പറയില്ലേ, നിങ്ങൾ ഒരു കാര്യം സത്യം മനസ്സിലാക്കേണ്ടത്, എന്ത് ഇടതുപക്ഷ നഗരസഭയെ കിട്ടിയ എന്ത് വികാരമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓരോ വാർഡിൽ ഓരോ കൗൺസിലർമാരുണ്ടല്ലോ, അവർ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അവർ ചെയ്യേണ്ട പണികൾ നഗരസഭ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗൺസിലറിന് ഒരു വർഷം സ്വന്തം ആ കൗൺസിലിൻ്റെ പ്രധാനം ചെയ്യുന്ന വാർഡിലേക്ക് വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി കൊടുക്കുന്നത് 80 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. അതിൽ 20 ലക്ഷം SC പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ പണിയാൻ ടാർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അംഗൻവാടിയുണ്ട് മെയിൻ്റനൻസിന് അത് ചെയ്യണം. അതിൻ്റെ അനുസരിച്ചുള്ള ഇതാണ് ചെയ്യണത്. ഇത് ഒരു വർഷം അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ലാപ്സായി പോകും. ചില ആളുകൾ എഴുതി കൊടുക്കില്ല, ചില ആളുകൾ കൃത്യമായി അത് പണിയെടുത്ത് എഴുതി കൊടുക്കും. അപ്പോൾ നഗരസഭ ചെയ്യാൻ രാജേന്ദ്രൻ നേതൃത്വത്തിലുള്ള നഗരസഭ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നടപ്പിലാക്കാത്ത ചില കൗൺസിലർമാർ നടപ്പിലാക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭയെ പഴികാരിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരം നഗരസഭാ ഭരണം ഇത്തവണ BJP എന്തായാലും പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്നുണ്ട്. ശക്തമായ മുന്നേറ്റമുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമാണ്. എങ്ങനെയാണ് കാണുന്നത്? ഒരു ഭയപ്പെടേണ്ട ആശങ്കയുണ്ടോ CPM? ഒരാശങ്കയില്ല. എന്താണ് എനിക്ക് മനസ്സിലാവില്ല. എന്താ ജനങ്ങൾ ഇതെല്ലാം കാണുകയില്ല, എന്തിനാണ് ആശങ്കപ്പെടേണ്ട കാര്യം? കാരണം BJPയുടെ വിഷയം 5 കൊല്ലക്കാലം നല്ലൊരു ഭരണസമിതിയാണ് LDF മുന്നോട്ട് പോകുന്നത്. ആ ഭരണസമിതി എടുക്കുന്ന വികസന പ്രവർത്തനങ്ങളെ മൊത്തം അട്ടിമറിക്കാനല്ലേ BJP നോക്കിയിട്ടുള്ളത്. ആ കൗൺസിലിനകത്ത് നേരെ വണ്ണം കൗൺസിൽ യോഗം നടത്താൻ വേണ്ടി രാജേന്ദ്രനെ സമ്മതിച്ചിട്ടുണ്ടോ ഈ BJP അംഗങ്ങൾ? അപ്പോൾ എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നഗരസഭയ്ക്കുള്ള ആനുകൂല്യങ്ങൾ മൊത്തം നഗരസഭയുടെ പ്രവർത്തനം, തിരുവനന്തപുരം നഗരസഭയുടെ പ്രധാന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് BJP നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മുന്നോട്ട് പോക്കും, ഒരു മുന്നിലുള്ള കടമ്പകളൊക്കെ എങ്ങനെ? കുന്നൂർ വാർഡിനെ സംബന്ധിച്ചാണോ അതേ നഗരസഭ വാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറയില്ലേ, കുറേ വിഷയങ്ങൾ ഇപ്പം ജനങ്ങൾ പരാതിയായിട്ട് പറയുന്നുണ്ട്. ചില പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. ചില പ്രദേശങ്ങളിൽ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ കണ്ടുവരുന്നുണ്ട്, അത് പരിഹാരം ഉണ്ടാവണം. സീവേജിൻ്റെ പ്രശ്നങ്ങൾ ചില പ്രദേശത്തുണ്ടാകണം, അതൊക്കെ കുറേ പരിഹരിക്കപ്പെടണം. നമ്മൾ 2015-20 കാലഘട്ടത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ കുന്നൂർ വരുമ്പോൾ നമ്മൾ ആ AK സെൻ്ററിൻ്റെ അവിടെ നിന്ന് താഴോട്ടിറങ്ങുന്ന പ്രദേശമുണ്ട്. അതുവഴി ആളുകൾക്ക് റോഡ് വഴി നമ്മൾ ഈ പ്രദേശം അതുവഴി റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല. കാര്യം മൊത്തം ആ യൂണിവേഴ്സിറ്റി സൈഡിൽ അല്ലേ ചവറ് കൂമ്പാരമായിരുന്നു. ലോ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോണ വഴി അവിടെ ആ ലോ കോളേജിൻ്റെ സൈഡ് കഴിഞ്ഞാൽ ചവറ് കൂമ്പാരം മൂക്ക് അതുവഴി പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെയുള്ള RC സ്ട്രീറ്റിനകത്ത്
അവിടെയും അവിടുത്തെ എന്താണ് ഷവർ മൊത്തം കൊണ്ട് ഡംപ് ചെയ്യണ ഒരു പ്രദേശത്ത് അതുവഴി ആൾക്ക് പോകാൻ പറ്റില്ല. ഇതിന് പരിഹാരം കാണുമെന്ന് ഞാൻ അന്ന് വാക്ക് കൊടുത്തിരുന്നു, മത്സരിക്കുന്ന വാക്ക് കൊടുത്തു. ആ മൂന്നിടത്തും പരിഹാരം കണ്ടു. എന്നുവെച്ചാൽ അവിടെ നിന്ന് ലോ കോളേജിൽ 32 ലോറി വേസ്റ്റാണ് അവിടെ നിന്ന് മാറ്റിയത്. പിന്നെ ഒരു പ്രധാന വെച്ചാൽ അന്നത്തെ മേയർ വി.കെ. പ്രശാന്ത്, അന്നത്തെ MLA പൂർണ്ണ സപ്പോർട്ട്. നമ്മൾ ഒരുമിച്ച് DYF രംഗത്തായതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാ സുഹൃത്തും കൂടെ ആയതുകൊണ്ട് തന്നെ പൂർണ്ണ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അവിടെ ബിന്ന് സ്ഥാപിച്ചു. കുന്നൂഴി RC-ക്കകത്ത് ഒരു കമ്പൻസേഷൻ, പൊളിഞ്ഞ കമ്പൻസേഷനാണ്, ഉപയോഗമില്ല. അതിനെ പൊളിച്ച് മാറ്റി അവിടെ വേസ്റ്റ് ബിന്ന് സ്ഥാപിച്ചു. ഈ AKSൻ്റെ താഴേക്ക് വരുന്ന ഭാഗത്ത് വേസ്റ്റ് മൊത്തം മാറ്റി അവിടെ ക്യാമറ സ്ഥാപിച്ചു. അവിടെ ക്യാമറ സ്ഥാപിക്കുകയില്ല, 1-2 ഫൈൻ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ മാലിന്യം വലിച്ചെറിയുന്ന സമ്പ്രദായം നിന്നു. അപ്പോൾ അന്ന് കൊണ്ട് ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. പക്ഷേ അത് പിന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി 2020 കാലഘട്ടത്തിൽ വേറെ UDF കൗൺസിലറാണ് വന്നത്. ഇപ്പം ഇനി വരുമ്പോൾ ആ പ്രദേശത്തുള്ള ബാക്കിയുള്ള പ്രദേശത്ത് ഇപ്പം ഈ നമ്മുടെ വിവേകാനന്ദ നഗർ ഇപ്പോൾ കണ്ണമ്മയിൽ നിന്ന് കയറി വന്ന ഭാഗത്ത് അവിടെ ഇത്തിരി ഒരു പ്രശ്നമുണ്ട്. അവിടെ വേസ്റ്റ് ഡംപിങ്ങുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ അതിനുള്ള സംവിധാനം നമുക്ക് ഒരുക്കണം. അങ്ങനെ പിന്നെ ഒരു ആശയം എന്ന് വെച്ചാൽ ഞാനിരിക്കുന്ന സമയത്ത് ഈ ലോ കോളേജ് ജംഗ്ഷൻ എല്ലാ മതിലുകളും നല്ല പടങ്ങൾ, ചിത്രങ്ങളൊക്കെ വരച്ച് ആ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി നല്ല അതിമനോഹരമാക്കി. അതൊക്കെ ഇപ്പം പോയി നോക്കണം എന്താണ് അവസ്ഥയെന്നുള്ളത്. മൊത്തം നശിച്ചു പോയി. അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസിക്കാരുമായിട്ടെല്ലാം സംസാരിച്ച് ഓരോ റെസിഡൻസി മേഖലയിലും അതിമനോഹരമാക്കുക. മനസ്സിലായില്ലേ? നല്ല മനോഹരമായ ഡിസൈനായി ചെയ്ത് മതിലൊക്കെ നല്ല ഒരു കുന്നൂർ വാർഡിലേക്ക് കിടക്കുമ്പോൾ ഓരോ റെസിഡൻസിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ പ്രത്യേകം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഇതാക്കി മാറ്റാനുള്ള ഒരു ആഗ്രഹം മനസ്സിനകത്തുണ്ട്. ജനങ്ങളുടെ വിഷയം, ഏറ്റവും പ്രധാനം ജനങ്ങളുടെ വിഷയം, അവരുടെ വിഷയങ്ങൾക്കൊപ്പം ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊപ്പം തന്നെ ഉണ്ടാവും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. 2015-20 ഞാൻ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നെ തേടി അലയേണ്ടി വരില്ല. ഞാൻ എന്നെ അനുസരിച്ച് പരിധി അടയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ അവർക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. എന്നെ വിളിച്ചാൽ ഏത് സമയവും വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. 2010-15 കാലഘട്ടത്തിലാണ് നമ്മുടെ അറിയല്ലേ കുന്നൂർ വാർഡിൽ അറിയപ്പെടുന്നൊരു അറവുശാല ഉണ്ടായിരുന്നു. അത് മലിനീകരണ ബോർഡിൻ്റെ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രശ്നമായ അത് അടയ്ക്കപ്പെട്ടു. 2015-20 മത്സരകാലത്ത് ആദ്യമേ കൗൺസിലറായി ഞാൻ വന്നപ്പോൾ അവിടെ നിന്ന് നഗരസഭയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ ലെറ്റർ പേഡ് ഫസ്റ്റ് കൊടുക്കുന്നത് ആധുനിക സംവിധാനമുള്ള അറവുശാല ഈ കുന്നൂഴി വാർഡിന് ആ അറവുശാല ആധുനിക സംവിധാനത്തോട് തുറക്കണമെന്നുള്ള ആവശ്യമാണ് കത്ത് കൊടുത്തത്. വി.കെ. പ്രശാന്ത് മേയറായിരുന്നു. ആ മേയർ അത് വളരെ ആത്മാർത്ഥമായി അത് അതിൻ്റെ നടപടിയായി മുന്നോട്ട് പോയി. ടെൻഡറായി അതിൻ്റെ വർക്കുകൾ തുടങ്ങി. ഇപ്പോൾ അത് പിന്നെ ആര്യ രാജേന്ദ്രൻ പിന്നെ വന്ന ശേഷം അത് ഫോളോ അപ്പ് ചെയ്തു. വി.കെ. പ്രശാന്ത് VKP MLA അത് ഫോളോ അപ്പ് ചെയ്തു. എന്തായാലും 15 കോടി രൂപ മുടക്കി അറവുശാല എന്തായാലും കുന്നൂഴി വാർഡിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 2015 ആത്മാർത്ഥമായ അന്നത്തെ പ്രവൃത്തിയാണ്. നമുക്കറിയാലോ ഈ നഗരത്തിനകത്താകെ ആടുമാടുകളെ അറിയാലോ ഒരു നിയന്ത്രണമില്ലാതെയാണ് കശാപ്പ് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് അറിയാലോ ഓടയിലും മറ്റേ കൊണ്ടുതള്ളുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം തന്നെ ഇനി പരിഹാരമാവും. ഈ വിഷയത്തിനകത്ത് പരിഹാരമാവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത്.